ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര്? ഉത്തരം ടാറ്റ. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ജയകേസരി. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. ഈ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗം ഉള്ള നോവൽ ഏതായിരുന്നു? ഉത്തരം ഇന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. ആ പൂവ് നീ എന്തു ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ, ഈ വരികൾ ഏത് പുസ്തകത്തിലേതാണ്? ഉത്തരം പ്രേമലേഖനം. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ബാല്യകാല സഖി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1944. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1953. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. നേരും നുണയും എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1969. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണ്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം റൊണാൾഡ് ഇ അഷർ. ജീവിതത്തിൽ സാഹിത്യം മാത്രമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്, ലോക കാര്യങ്ങൾ വരെ പറയുമായിരുന്നു. വ്യക്തിപരമായ അടുപ്പം എന്നല്ല പറയേണ്ടത്, അതിനപ്പുറത്തുള്ള ബന്ധമാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. ബഷീറിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ കൃതികൾ? ഉത്തരം പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പാപ്പയ്ക്ക് രാനുണ്ടായിരുന്നു, ബാല്യകാല സഖി. എന്റെ ഉപ്പാപ്പയ്ക്ക് രാനുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? ഉത്തരം അഹമ്മദ് നിസാർ. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ? ഉത്തരം പ്രേം പാറ്റ. ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1953. ബഷീർ ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1945. ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1975. ഒരിടത്തൊരു സുൽത്താൻ ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യകൃതി ആണിത്. ഇത് എഴുതിയ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആരാണ്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്ന കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു. ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്ന ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതി മറുപടിയായി വന്ന പുസ്തകമാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ. പുസ്തകത്തിന്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ആരായിരുന്നു ആ എഡിറ്റർ? ഉത്തരം EM അഷറഫ്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? ഉത്തരം യാ ഇലാഹി. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്?
ഉത്തരം കായി അബ്ദുറഹ്മാൻ. ഫാബി ബഷീറിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം ബഷീറിന്റെ എടിയെ. ഭാർഗവി നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീല വെളിച്ചം. ഗൊത്തിനെ ഹാലട്ടിലെത്താപ്പോ സഞ്ചിന് ബാലിക ലുട്ടാപ്പി ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഈ പാട്ടുള്ളത്? ഉത്തരം ന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ഭാരതത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ്? ഉത്തരം ഫാത്തിമ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ്? ഉത്തരം കോഴിക്കോട് സർവകലാശാല. അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1983. താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അമൂല്യമായ സൗരഭ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം മഹാത്മാഗാന്ധി. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതു തരം ജീവിയാണ്? ഉത്തരം ആന. മനുഷ്യത്വം നശിപ്പിച്ച് മൃഗീയതയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വഴി തെളിയിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതാണ്. ഇനിയും തുടർന്നു പോകുന്ന പക്ഷം സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തീ വെച്ച് നശിപ്പിച്ച് കളയുന്നതാണ്. ബഷീർ 1939 ഇങ്ങനെ എഴുതിയ ഈ കഥയിൽ അധ്യാപകൻ ഇങ്ങനെ എഴുതി അയക്കുക മാത്രമല്ല ചെറുപ്പക്കാരെ കൂട്ടി സ്കൂളുകൾ കത്തിച്ച് ജയിലിലാവുകയും ചെയ്തു. ഈ കഥയുടെ പേര് എന്താണ്? ഉത്തരം അധ്യാപകൻ. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഉത്തരം 1942 പുറത്തിറങ്ങിയ പ്രേമലേഖനം. ഭാർഗവി നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ എന്ന വ്യക്തി പ്രസിദ്ധനായ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് ഏതാണ്? ഉത്തരം പൂവൻ പഴം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉത്തരം ഉജ്ജീവനം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് ലഭിച്ച വർഷം? ഉത്തരം 1970. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്ത വീഥിയിലെ അവധൂതൻ. ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയ വർഷം? ഉത്തരം 1945. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1987. നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പുളിച്ച ഫലിതമായിട്ടില്ല. ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ ഈ കാര്യം പറയാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം NP മുഹമ്മദ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം EM അഷറാഫ്. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ബേപ്പൂർ എന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ആനവാൽ കിട്ടാൻ ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥ ഏതാണ്? ഉത്തരം ആനപ്പൂട.